ഇന്ന് 5/1/2024 ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സുന്ദര ദിനം. ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോട് ജില്ലയിലെ അവനി കോളേജിലാണ്. ഇവിടെ WRയുടെ കുടുംബസംഗമം നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. എന്താണ് ഇവിടെ പരിപാടിനെ കുറിച്ചൊന്ന് പറയുന്നത്? ഇന്നിവിടെ പരിപാടി ഞങ്ങൾ WROന്റെ കുടുംബസംഘമാണ് ഇവിടെ നടക്കുന്നത്. എത്ര പേര് പങ്കെടുക്കുന്നത്? ഞങ്ങൾ 180 പേരുണ്ട്. എല്ലാവരും പങ്കെടുക്കുമെന്ന് അറിയില്ല, എന്നാലും മിക്കവരും ആൾക്കാർ പങ്കെടുക്കും. നമ്മളിന്ന് പ്രോഗ്രാമിന് വന്നപ്പോഴാണ് നമ്മുടെ സ്നേഹ വീട്ടിലെ പുഷ്പേച്ചിയുടെ അമ്മനെ കണ്ടത്. അമ്മനെ കണ്ടപ്പോൾ ഓടി വന്നു. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ല, പക്ഷെ മുഖം നല്ല കണ്ട പരിചയമുണ്ടായിരുന്നില്ല അമ്മ? അതെ, പുഷ്പേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഓടി വന്നപ്പോഴാണ് അമ്മയെ സാധിച്ചു. ഇതാണ് നമ്മുടെ സ്നേഹ വീട്ടിലെ സ്നേഹനിധിയായ പുഷ്പേച്ചി ഞാനും നല്ല മനപ്പൊരുത്താണ്. കാരണം പുഷ്പേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഒരു യെല്ലോ ഡ്രസ്സായിരുന്നു. ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വന്നപ്പോൾ നേവി ബ്ലൂ ആണ്, ഒരേ ഡ്രസ്സ് അല്ലേ പുഷ്പേച്ചി? എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? അമ്മ പറഞ്ഞപ്പോ അറിയുന്നില്ലേ? കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകളെല്ലാം കാണുന്ന ഫർദാനേ, ദണ്ഡങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ, മാനസം തേങ്ങും റുകൂയിലും പിന്നെ സുജൂദിലും മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായിലും. വീൽചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി താമരശ്ശേരിയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമവും പുതുവത്സര ആഘോഷവുമാണ് ഇവിടെ നടക്കുന്നത്. ഭിന്നശേഷി രംഗത്ത് കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് വീൽചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ. വിധിയുടെ വിളയാട്ടം കൊണ്ട് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളിലൂടെ സമഗ്രമായ ഉന്നമനമാണ് ഞങ്ങളുടെ സംഘടന ലക്ഷ്യം വയ്ക്കുന്നത്. അത് കേവലം ഇത്തരത്തിലേക്കുള്ള കൂട്ടായ്മകൾ മാത്രമല്ല, ആ കൂട്ടായ്മകൾക്കപ്പുറത്തേക്ക് ഓരോ ഭിന്നശേഷിക്കാരനെയും സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായി ഉന്നമനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ഈ സംഘടന ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ട ആളുകളല്ല ഭിന്നശേഷിക്കാരെന്നും, സമൂഹത്തിലെ മറ്റാളുകളെ പോലെ തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു പ്രവർത്തനത്തിലും ഇടപെടാനും ആ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ആവശ്യമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഭിന്നശേഷിക്കാർക്ക് സാധിക്കുമെന്നും, അങ്ങനെ ഈ സമൂഹത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് പിന്തുണയായി ഈ സമൂഹം തന്നെ കൂടെയുണ്ട് എന്നും നമുക്കെല്ലാം തന്നെ നിലവിൽ ബോധ്യമുള്ളതാണ്. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ കൊല്ലം ഷാഫി, പ്രണയഗാനങ്ങളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന കൊല്ലം ഷാഫിക്കായെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്.
റോഷൻ ബിജിലി സാർ ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രമോദ് സാർ, DYSP പ്രമോദ് സാർ ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഫസില ബാനു സ്വാഗതം ആശംസിക്കുന്നു. കാരുണ്യ തീരത്തിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷമീർ ബാവ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. കാരുണ്യ തീരത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബാബു കുടുക്കിൽ അവരുടേതായ സ്വന്തം കഴിവുകൾ കൊണ്ട് പലതും ഇവിടെ പുനർനിർമ്മിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഭിന്നശേഷികളുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ വീൽചെയർ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അത് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒട്ടേറെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതിൽ പലർക്കും വീടുകളില്ലാത്തവരുണ്ട്, പലർക്കും ജോലി വേണ്ടവരുണ്ട്, പല തരത്തിലും വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരുണ്ട്, പല മേഖലയിലും ഉയർന്നു പോകാൻ, ഉയരെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. വീൽ ചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ കോഴിക്കോട്, ഒപ്പം സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി താമരശ്ശേരി സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മനോഹരമായ കുടുംബസംഗമം, ഈ എനിക്ക് മുമ്പേ തുടക്കത്തിൽ സംസാരിച്ച സ്വാഗത പ്രാസംഗികന്റെ പേരെന്താ? സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണോ? അല്ല, അതിന് പറ്റിയ ശബ്ദം ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞു. നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ, അതുപോലെ നല്ലൊരു നറേറ്റർ ആവാനൊക്കെ ഉള്ള എല്ലാ സാധ്യതകളുള്ള ശബ്ദം അനുഗ്രഹീതമാണ്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സദസ്സിൽ എനിക്കിതൊരു പുതുമയല്ല, നിങ്ങളെ ഏറ്റവും അനുഗ്രഹീതമായ സദസ്സെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കലാജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങൾ, 20 വർഷമായിട്ടുള്ളൂ ഞാൻ ആൽബം മീഡിയയിൽ, 26 കൊല്ലം സ്റ്റേജ് ആർട്ടിസ്റ്റായി. ഈ 1/4 നൂറ്റാണ്ടിൻ്റെ ഇടയിൽ ഞാൻ ഏറ്റവും സന്തോഷവും അനുഭൂതിയും ആനന്ദവും അനുഭവിച്ചിട്ടുള്ള സദസ്സുകൾ എന്ന് പറയുന്ന, ഇപ്പൊ തുടക്കത്തിൽ സ്വാഗത പ്രാസംഗികനും നമ്മുടെ അധ്യക്ഷനൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ ഭിന്നശേഷി എന്ന് പറയുന്ന, എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നിവർന്ന് നിന്ന് ഓടിച്ചാടി നടക്കുന്ന നമ്മളെക്കാളൊക്കെ എന്തുകൊണ്ടും മികച്ച ശേഷിയുള്ള നിങ്ങളുടെ സദസ്സാണ്. അത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഡെഡിക്കേഷൻ, അവര് ഇവിടെ ജനിച്ചിട്ട് എന്ത് ചെയ്തു എന്നുള്ളതിനെ വിലയിരുത്തുന്നത് ആളുടെ ആരോഗ്യം വെച്ചിട്ടൊന്നുമല്ല. അത് നമുക്ക് ചിലപ്പോൾ ചില സ്പോർട്സ് ഐറ്റംസിലൊക്കെ അങ്ങനെ പറയാവുന്നതാണ്. പക്ഷെ എന്നാലും അവരെയും നമ്മൾ സാമൂഹികമായി അവരെ നമുക്ക് എന്ത് ചെയ്തു എന്നുള്ള നിലക്കാണ് പിന്നീട് അവർക്ക് ശേഷം ഓർത്തെടുക്കപ്പെടുന്നത്, അല്ലെ? ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ കുറിച്ചുള്ള ഒരു ചിന്തോദ്ദീപകമായ ഒരു പാട്ടാണ്. ഓക്കെ, എവിടെ മുതൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ചനാഥൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എവിടെ മുതൽ ഈ പോസിറ്റീവ് എനർജി, ദൈവം എന്ന് പറയുന്ന ആ പോസിറ്റീവ് എനർജി നമ്മുടെ കൂടെ എവിടെ മുതലുണ്ട്, അതെന്താണ്, നമ്മളെന്താണ് എന്നുള്ള തിരിച്ചറിവിനുള്ള ഒരു സൂചനയാണ് ഈ പാട്ട്. ഓക്കെ, എന്നാ ഉദ്ഘാടനം ചെയ്ത് പാടില്ലേ? റെഡിയല്ലേ? നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ കയ്യടിയല്ല, എന്തെങ്കിലുമൊക്കെ ആ ഊന്നെല്ലാം പറയണ്ടേ? അല്ലേ? പണ്ട് ഉമ്മാമ്മ കഥ പറഞ്ഞു, വല്യമ്മ കഥ പറയുമ്പോ നമ്മൾ തിരിച്ചൊന്നും മൂടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പെരടി കഴിയിട്ടു. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പിന്നെ ഞാനിത് ആർക്കാ പറയുന്നത്, എന്നോട് പറയും ഞാൻ ഇതിനേക്കാളും നല്ല ചുമലിനോട് പറയുന്നത്. അതുപോലെ ചില ദിവസം പോയ റെസ്പോൺസ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊരു തുടർന്ന് സംസാരിക്കാനോ പാടാനോ ഒരു ഉഷാറുണ്ടാവില്ല. ഏതായാലും ഇത്രയും നല്ല മനോഹരമായ ക്യാമ്പസിന്റെ ഈ അന്തരീക്ഷം ഈ സൽപ്രവൃത്തിക്ക് വേണ്ടി, ഇത്രയും നല്ല മനോഹരമായ പോസിറ്റീവ് എനർജിയുള്ള സംഗമത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ഇതിന്റെ ഭാരവാഹികളോട് അകമഴിഞ്ഞ കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ചിന്താവഹമാണത് ആ നാളില് മാതാവിനുള്ളില് ചിരാതായി നിന്നു നീ തിരുനൂറില് ചിതമോടെ എന്നില് ചെഞ്ചോരയും മാംസപിണ്ഡമില് ചേലോടന്റെ ഉടലിനഴകൊരുങ്ങി മനോഹര ദേഹമായി ദേഹിയായി അംഗരംഗുകളാലെ
അമ്പവന്തബുദായി അന്നു ഞാൻ വരവായി ആകെ കലയും നീയേ ആയ പൊരുളും നീയേ അല്ലാഹു തരുമൊരു കാവല് എല്ലാത്തിനും മേലെ എല്ലാത്തിനും മേലെ നല്ല തിരുനബിവാതില് വല്ലാത്തൊരു ചേലേ വല്ലാത്തൊരു ചേലേ മഹാമത നേരുകൾ മതിലങ്കി പൊങ്കിടണം മനോജപ പേരുകൾ മഹിയാകെ ചന്തമിൽ ചിന്തണം ഓരോ ദിനം പുതിയ പുലരികൾ 1000 കനവിൽ ചുവടുകൾ അതേകിയ അനുഭവങ്ങളിൽ അടിമയെന്നിലെ കരുണ കാരണമേ അല്ലാ 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 അല്ലാ. അഭിവിശ്വാസം അവര് ഇതിനു വേണ്ടി ഒരു ആൽമരവും കൊണ്ടുവന്ന ഒരു മകളുണ്ട്. പിന്നെ ആൽമരവും അതോടൊപ്പം തന്നെ ഒരു ലവിങ് ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് റബീഷ് ലിവിംഗ് റോസ് ടു ലിവിംഗ് വൺസ്. പൊതുവെ നമ്മൾ ഡെഡ് ഫ്ലവേഴ്സ് ആണല്ലോ കൊടുക്കാറുള്ളത്. അല്ല വരുന്ന ഒരു കലാകാരി ഒരു ഉച്ച സമയത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ വീൽ ചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് ഈ പരിപാടി എല്ലാ വർഷവും നിങ്ങളെ കാണാൻ നിങ്ങളെ കൂടെ ഒത്തുകൂടാനും ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഇതിൻ്റെ പ്രസിഡൻ്റായ ഭവേഷ് പാൽ എൻ്റെ സുഹൃത്ത് എല്ലാ വർഷവും നിങ്ങളുടെ ഓണ പരിപാടികൾ ഇങ്ങനെയുള്ള പരിപാടികളിൽ ചേരാനും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ തന്നെ ദൈവം ഒന്നും കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇനിയും ഇതുപോലുള്ള പരിപാടികൾ ഈ സംഘാടകർക്ക് ഏറ്റവും നന്നായി നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നടത്തും. താങ്ക് യു. സൗഹൃദം പങ്കുവയ്ക്കാനും ഒന്ന് പുറത്തിറങ്ങി എല്ലാവരുമായിട്ട് ഒരു എൻജോയ്മെന്റിന് ഒരു അവസരം ഒരുക്കിയ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഇനി ഇത്തരം പ്രവൃത്തികളിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. WRO കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ വർഷം ഓണത്തിന് ഒത്തുകൂടണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ മുണ്ടക്കയം ദുരന്തത്തിൻ്റെ ദുഃഖസൂചകമായി നമ്മളത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്നാലും ഈ ഒരു പുതുവർഷത്തിൽ WROയുടെ കുടുംബസംഗമം ഈ പുതുവത്സരാഘോഷത്തോടുകൂടി നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് നമ്മുടെ പരിപാടിക്ക് വേദി ഒരുക്കി തന്ന ആവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ്, അവർക്കാണ് പ്രത്യേകം നന്ദി പറയേണ്ടത്. പിന്നെ എനിക്ക് നമ്മുടെ മെമ്പേഴ്സിനോട് പറയാനുള്ള കാര്യം, നമ്മളിൽ പല കഴിവുകളുള്ള ആളുകളാണുള്ളത്. ആ കഴിവുകൾ എന്ത് കഴിവാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുവരണം. ആ കഴിവുകളിലെ പരിപോഷിക്കും. ഞാൻ യാദൃശികമായിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളൊരു കാര്യം, എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകന് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് വീണ് നട്ടിൽ അദ്ദേഹമാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് നാസർ, CCO നാസർ എന്ന്, ശരിയാണോ? CCO
കോളേജിലാണ് നമ്മുടെ ഭിന്നശേഷി കൂട്ടായ്മയുടെ ഒരു കുടുംബ സംഗമം അതിലേക്ക് ഞങ്ങൾ വിളിച്ചത് പോലെ പ്രിയപ്പെട്ട മിസ് എന്താണ് പരിപാടി? എല്ലാ വർഷവും ഇതുപോലെ കൊടുത്തു പോകുന്നതാണ്. കോളേജിൽ നടത്താൻ പറ്റി. അത്രയും നേരത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടികളൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. എന്തായാലും ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ ഇത്തരം സന്തോഷം കണ്ടെത്തുന്ന പരിപാടി ഇനിയും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും ഇതിൻ്റെ പ്രവർത്തകർ ഭാരമായി അറിയിക്കുകയാണ്. സ്നേഹവീടിൻ്റെ ഒരു പ്രതീകമാണ് ഇവരൊക്കെ. നമ്മളെ വിളിച്ചു, അപ്പം തന്നെ ഇവർ നമ്മുടെ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞു. വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ഇവർക്ക് എല്ലാവർക്കും എൻ്റെ സുനിയേട്ടൻ, സാദിക്ക, സുനിൽക്ക, വിനിത, ഇവർക്കൊക്കെ പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മനോരോ അറിയാം. മോളാണോ? ചേച്ചി ഇത് എത്രാമത്തെ കുട്ടിയാ? ഞങ്ങളുടെ പാട്ട് ടീച്ചറുടെ കുട്ടിയാണ്. പേരെന്തായിരുന്നു? പേര് ഹാജറ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആണോ? ഉണ്ടോ? ഉണ്ടാക്കിയ പേനുണ്ടോ? വീട് എവിടെയാ? പേരെന്തായിരുന്നു? പേര് ഹസീന. ഹസീന. നിങ്ങളുടെ പേരോ? പേര് പറ. സുഹൈല. ഒന്നുകൂടെ പറ പേര്. വീട് എവിടെയാ? रंग भरी महफिल में तू भूले किनारे ये मदाए कमाल है ये हुई बेमिसाल കഴിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഉഷാറല്ലേ? ഓക്കെ, ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. ഒരുപാട് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല, നമ്മുടെ വന്ന ഒരു ഉദ്ദേശത്തിലേക്ക് കടക്കുകയാണ്. വീൽചെയർ ഹൈറ്റ്സ് ഓർഗനൈസേഷൻ കോഴിക്കോട്, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി താമരശ്ശേരി, കുടുംബ സംഗമവും അതുപോലെ തന്നെ പുതുവത്സര ആഘോഷവുമാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്ന് നിൽക്കുന്നതിൽ. നമുക്കറിയാം, ഒരു അപകടം മൂലമോ അല്ലെങ്കിൽ ജന്മനായോ പുറത്ത് മറ്റുള്ള ആളുകളെ പോലെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ മറ്റ് ജീവിത സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ ഏറെ പ്രയാസപ്പെടുന്ന കുറെ ആളുകൾ, പക്ഷെ ജീവിതത്തോട് മനോരുതി എല്ലാവരെ പോലെയും തന്നെ ഇന്ന് സമൂഹത്തിൽ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റും ആളുകളുടെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ ചെലവഴിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കുറച്ച് പാട്ടുകളും കുറച്ച് മിമിക്രിയും ഒക്കെ ആയിട്ട് ഒരുപാട് വലിയൊരു ഷോ ഒന്നല്ല, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്കൊന്ന് ഉഷാറാക്കി തുടങ്ങാം. റെഡിയല്ലേ? നല്ലൊരു കയ്യടി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വെറും 1.5 ലക്ഷം രൂപയ്ക്ക് മലയാളത്തിന് കുറച്ച് സിനിമാ മോഹികള് സിനിമയിലെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
കുറെ വർഷങ്ങളായിട്ട് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം കലാകാരന്മാര് ഒരു സിനിമ നിർമ്മിക്കുകയും അത് ഈ ഒരുപാട് പ്രയാസങ്ങൾക്കൊടുവിൽ, പ്രശ്നങ്ങൾക്കൊടുവിൽ, പരിശ്രമങ്ങൾക്കൊടുവിൽ വരുന്ന ജനുവരി 10-ാം തീയതി, ഈ ജനുവരി 10-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. അതും നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ താമരശ്ശേരി സിറ്റി മാൾ, അതുപോലെ തന്നെ ബാലുശ്ശേരി സന്ധ്യ, കോഴിക്കോട് കൈരളി ശ്രീ പോലുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ 4K ക്ലാരിറ്റിയിൽ ആ ഒരു സിനിമ റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത് ജനങ്ങളോട്, നിങ്ങളോട് സംവദിക്കാനും അതോടൊപ്പം കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഉണ്ടാവും. ബാക്കിയുള്ള സിനിമയുടെ കാര്യങ്ങളൊക്കെ പുറകെ പറയാം. നമ്മുടെ അഭിലാഷ് നരിക്കിനി എന്ന കലാകാരനെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അഭിലാഷ് കോമഡി ഉത്സവം എന്നൊരു പ്രോഗ്രാമിലൂടെ, അതുപോലെ തന്നെ മഴവിൽ മനോരമയിലും ഫ്ലവേഴ്സ് ചാനലിലൊക്കെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാനമേള വേദികളും മിമിക്രി വേദികളിലൊക്കെ ഒരുപാട് പ്രശംസനീയമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കലാകാരനാണ്. നല്ലൊരു കയ്യടിയോട് കൊടുക്കി കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോ വണ്ടി. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻമുടി ചേരുന്നീരൻ നീളുന്നൊരീ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, ഇടറാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ, മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ, തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ, വിറയ്ക്കുന്നു മെയ്യും മാറും വേറെന്തിനോ, ആശിച്ചു ഞാൻ തോരാത്തൊരീ പൂമാരി മൂടട്ടെ നാൻ, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കുടത്തുമ്പിലൂറും നീർപോൽ കണ്ണീരുമാ, വിട ചൊല്ലി മുഖം നീയും മാഞ്ഞിടവേ, കാറൊഴിഞ്ഞ വാനിൻ ദാഹം തീർന്നിടവേ, വഴിക്കോണിൽ ശോകം നിൽപ്പൂ ഞാനേകനായി, നീയെത്തുവാ മോഹിച്ചു ഞാൻ, മഴയെത്തുമാ നാൾ വന്നിടാൻ, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ